പലസ്തീനോട് അകലം പാലിച്ചു പോന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മനോഭാവം മാറുകയാണോ? പോയ വാരത്തിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് അങ്ങനെ വേണം കരുതാൻ. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 അംഗങ്ങളായ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയപ്പോൾ US-നും ഇസ്രായേലിനും അത് ഓർക്കാപ്പുറത്തേറ്റ പ്രഹരമായി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പലസ്തീൻ ജനതയെ രക്ഷിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീന്റെ രാഷ്ട്രപദവി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്നാണ് 3 രാഷ്ട്രങ്ങളുടെയും മുന്നറിയിപ്പ്. സഖ്യകക്ഷികളായ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കാനഡയുടെയും നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി US-ഉം ഇസ്രായേലും രംഗത്തെത്തി. നീക്കം ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമെന്ന് ഇസ്രായേൽ പറഞ്ഞു. പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ പലസ്തീൻ രാഷ്ട്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാകും. 3 രാജ്യങ്ങളുടെയും നീക്കത്തിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ജന്മം കൊണ്ട് 37 വർഷം കഴിഞ്ഞിട്ടും പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത മനസ്സായിരുന്നു ഭൂരിപക്ഷ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കും. പ്രധാന കാരണം ഇസ്രായേലിനോടുള്ള ഐക്യദാർഢ്യം തന്നെ. ഇസ്രായേലുമായുള്ള സമാധാന ചർച്ചയിലൂടെ മാത്രമേ പലസ്തീന് രാഷ്ട്രപദവി നേടാനാവൂ എന്നത് പാശ്ചാത്യ ശക്തികൾ ദീർഘകാലമായി പിന്തുടരുന്ന നിലപാടായിരുന്നു. പിന്നീട് ഈ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അനേകം യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയുമുണ്ടായി. അപ്പോഴും വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു രാജ്യവും പലസ്തീനെ അംഗീകരിച്ചില്ലെന്നു മാത്രമല്ല, അവരുടെ കൂറ് ഇസ്രായേലിനോടും ആയിരുന്നു. എന്നാൽ ഈ കൂട്ടായ്മയിലെ ഫ്രാൻസിനു പിന്നാലെ ബ്രിട്ടനും കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം ഭൗമരാഷ്ട്ര ബന്ധങ്ങളിൽ ഉണ്ടായേക്കാവുന്ന മാറ്റം നിർണായകമായിരിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. G7 കൂട്ടായ്മയിൽ പലസ്തീനെ അംഗീകരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഫ്രാൻസ് ആണ്. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അഭിസംബോധന ചെയ്യുന്ന സന്ദേശത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. മാത്രവുമല്ല, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരും ഇസ്ലാം മത വിശ്വാസികളുമുള്ള രാജ്യവും ഫ്രാൻസാണ്. പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം. ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പലസ്തീൻ ജനതയെ രക്ഷിക്കുകയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. പ്രഖ്യാപനം നടപ്പിലായാൽ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ ശക്തിയും 148ാമത്തെ രാജ്യവുമാകും ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ 193 രാജ്യങ്ങളിൽ 147 രാജ്യങ്ങൾ ഇതുവരെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ G20-യിലെ അർജന്റീന, ബ്രസീൽ, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, മെക്സിക്കോ എന്നീ രാജ്യങ്ങളും പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. 27 അംഗ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും പലസ്തീനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളായ സ്വീഡൻ, ഹംഗറി, സ്ലോവാക്യ, പോളണ്ട്, സൈപ്രസ്, ബൾഗേറിയ, റൊമാനിയ, സ്പെയിൻ, സ്ലൊവേനിയ, അയർലൻഡ് തുടങ്ങിയവർ നേരത്തെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേലിന്റെ യുദ്ധം തുടരുന്നതിനിടയിൽ കഴിഞ്ഞ വർഷം 10 രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത്. ഫ്രാൻസിന്റെ നിലപാടുമാറ്റം US-നും ഇസ്രായേലിനുമേറ്റ കനത്ത പ്രഹരമാണ്. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് US-ഉം ഇസ്രായേലും ഉയർത്തിയത്. ഫ്രാൻസിന്റെ തീരുമാനം ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമെന്നായിരുന്നു ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തൽ. ഫ്രാൻസിന്റെ തീരുമാനം ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. ഗാസയെ പോലെ ഇറാനെ അനുകൂലിക്കുന്ന മറ്റൊരു ഭൂപ്രദേശം പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുന്നത് അപകടകരമാണെന്നും അത് ഇസ്രായേലിനെ ഇല്ലാതെയാക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു. ഫ്രാൻസിനു പിന്നാലെ ബ്രിട്ടനും കാനഡയും പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. G7 കൂട്ടായ്മയിലെ 3 പ്രബല രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് രാജ്യാന്തര സമൂഹത്തിൽ ഒറ്റപ്പെടലിന് വിധേയമാകുമെന്ന ആശങ്ക ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നു. ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഹമാസിന്റെ അജണ്ടകൾ പിന്തുണയ്ക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന നിലപാടാണ് ഫ്രാൻസിന്. ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും പലസ്തീൻ ജനങ്ങളെ രക്ഷിക്കാനാണ് നീക്കത്തിനു പിന്നിലെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു. ഹമാസിനെ ഭീകര സംഘടനയായാണ് ഫ്രാൻസ് എന്നും കരുതിയിട്ടുള്ളത്. അവർ ഒരിക്കലും ദ്വിരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിച്ചിട്ടില്ലെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അതേസമയം ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കാനഡയുടെയും നീക്കത്തെ പലസ്തീൻ അതോറിറ്റിയും അറബ് രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. കഴിഞ്ഞ വർഷം പലസ്തീനെ അംഗീകരിച്ച നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളും
തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഫ്രാൻസിനെയും ബ്രിട്ടനെയും കാനഡയും പിന്തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായാൽ അത് വലിയ തിരിച്ചടിയാകാമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇപ്പോൾ തന്നെ മാൾട്ട, ബെൽജിയം എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ G7 രാജ്യങ്ങളും ഓസ്ട്രേലിയയും പലസ്തീനെ അംഗീകരിക്കണമെന്ന മനോഭാവത്തിലാണ്. ഈ 3 രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായാൽ രാജ്യാന്തര തലത്തിൽ പലസ്തീന് വലിയ നേട്ടമാകും. ഗാസയിൽ വെടിനിർത്തലിന് ധാരണയിലെത്താത്തതും പട്ടിണി മരണങ്ങൾ ഉയരുന്നതും കണക്കിലെടുത്ത് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും കാനഡയുടെയും നീക്കം. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ താക്കീതുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. അതാണ് നീക്കമെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ഭീഷണി വേണ്ട എന്നും മാർക്ക് കാർണി വ്യക്തമാക്കി. പലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച ഉറപ്പുകൾ മുൻനിർത്തിയാണ് അവർക്ക് രാഷ്ട്രമെന്ന നിലയിൽ അംഗീകാരം നൽകാൻ തീരുമാനിച്ചതെന്നും കാർണി പറഞ്ഞു. ഗാസയിൽ ഹമാസിനെ മാറ്റി നിർത്തി 2026-ൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും തങ്ങളുടെ ഭരണം പരിഷ്കരിക്കുമെന്നും പലസ്തീൻ അതോറിറ്റി ഉറപ്പു നൽകിയെന്ന് കാർണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഗാസയിൽ ഉടൻ വെടിനിർത്തിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ മുന്നറിയിപ്പ്. ഗാസയിലെ ഭയാനകമായ സാഹചര്യം അവസാനിപ്പിക്കണമെന്നും വെസ്റ്റ് ബാങ്കിൽ അധിനിവേശമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഗാസയുടെ ഭരണത്തിൽ അവർക്കൊരു പങ്കുമുണ്ടാകില്ലെന്നും കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി സ്റ്റീവ് എൽകിൻ ഗാസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് വെല്ലുവിളി ഉയർത്തി. 1988 നവംബർ 15-ന് അൾജീരിയൻ തലസ്ഥാനമായ അൾജിയേഴ്സിലാണ് പലസ്തീൻ രാഷ്ട്രം പിറക്കുന്നത്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ചെയർമാൻ യാസർ അറാഫത്ത് ജെറുസലേം തലസ്ഥാനമാക്കി പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം അംഗീകരിക്കുന്ന രാജ്യമായി അൾജീരിയ. 2011-ൽ യുനെസ്കോ പൂർണ്ണാംഗമായി അംഗീകരിച്ചതോടെ പലസ്തീൻ രാഷ്ട്രത്തിന് ആദ്യമായി അന്താരാഷ്ട്ര സ്വീകാര്യത ലഭിച്ചു. 1974-ലാണ് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് നിരീക്ഷക പദവി കിട്ടുന്നത്. യാസർ അറാഫത്ത് രൂപീകരിച്ച പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLOയ്ക്കാണ് ഐക്യരാഷ്ട്രസഭയിൽ നിരീക്ഷക പദവി ലഭിച്ചത്. പലസ്തീൻ എന്ന പേര് ഉപയോഗിക്കാൻ അനുമതി ലഭിക്കുന്നതാകട്ടെ 1988-ലും. പലസ്തീൻ പ്രദേശത്ത് ഒരു ജൂതരാജ്യവും അറബ് രാജ്യവും സ്ഥാപിക്കാനുള്ള പ്രമേയം 1947 നവംബർ 29-നാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയെങ്കിലും മേഖലയിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനോട് അറബ് ജനതയ്ക്ക് എതിർപ്പായിരുന്നു.